ധന്യ, കന്യകാത്വത്തിന് വിലയിടുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതെവിടെയാണ് സംഭവം നടന്നത്? ശരിയാണ്, കന്യകാത്വം ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പണ്ടാണെങ്കിൽ കന്യകാത്വത്തിനൊക്കെ ഭയങ്കര സംഭവമാണ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എന്തോ രക്തക്കറയൊക്കെ പുതപ്പി കാണണം, അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അങ്ങനെ കാര്യങ്ങളെ കേൾക്കാനില്ല എന്നുള്ളതാണ്. അത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിലുണ്ട്. പക്ഷേ ഈ പുറം രാജ്യങ്ങളിൽ ഈ 13 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ മെച്യൂർഡായിട്ടാണ് ആൺപിള്ളേരെയും പെൺപിള്ളേരെയും കാണുന്നത്. അവർക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം, ജോലിക്ക് പോകാം. കാമുകന്മാരില്ല എങ്കിൽ അവർക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ കാണിക്കുന്ന, ഡോക്ടറെ കാണിക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. ഒരു 14-15 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി മക്കൾ. പിന്നെ അവർ സ്വന്തമായി പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടെ വരുമാന മാർഗ്ഗം അവർ കണ്ടെത്തിക്കൊള്ളണം. അവർക്ക് ആരെയാണോ താല്പര്യം അവരെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ അവർക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടാകണം. ഇതാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫ്. പിന്നീട് അവരിപ്പോൾ നമ്മളൊക്കെ 25-26 വയസ്സ് വരെയൊക്കെ നമ്മുടെ മക്കളെ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും വീടുകളിൽ. കല്യാണം കഴിയാത്ത പെൺമക്കളൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കാനൊന്നും ആർക്കും വലിയ താല്പര്യമില്ലല്ലോ. അപ്പോൾ 30 വയസ്സ് വരെ ജീവിച്ചാൽ ഈ ജോലി ഇല്ലെങ്കിൽ 30 വയസ്സ് വരെ അച്ഛനമ്മമാർക്ക് ഇവരൊരു ബാധ്യത പോലെ തന്നെയാണ്. ഇപ്പം എല്ലാ പെൺപിള്ളേരും ജോലിക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയ്ക്കാണ് ബ്രിട്ടനിൽ നിന്ന് ഒരു റിപ്പോർട്ട് പോലെ വരുന്നത്. അതായത് ഒരു 22 വയസ്സുള്ള ഒരു നോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഞാൻ കന്യകാത്വം വെച്ചത് ഇന്ത്യൻ റുപ്പി 18 കോടി രൂപയ്ക്കാണ് എൻ്റെ കന്യകാത്വം വിറ്റത് എന്നുള്ളത്. അപ്പോൾ ഇത് ലോകത്തെ വലിയ ഞെട്ടലോടെയാണ് ആളുകൾ കണ്ടത്. അതായത് കന്യകാത്വം ആരും സ്പർശിക്കാത്ത ഒരാൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൊടുത്ത പണമാണ് ഈ 18 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലണ്ടനിലെ ഈ ചില റിപ്പോർട്ടുകൾ അവർ തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പെൺകുട്ടികൾ ഈ കന്യകാത്വം എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ശാരീരികമായ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ലൈംഗിക ബന്ധത്തിന് വലിയ മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി അതിലൂടെ പണം സമ്പാദിക്കുന്ന നിരവധി പേർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ ഇതിനൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, കേരളം വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഇതിനൊന്നും ആളുകൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പണ്ടൊക്കെ പറയും അവിടെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അമേരിക്കൻ കൾച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ അമേരിക്കൻ കൾച്ചർ തന്നെയാണ് ഇന്ത്യയിലും. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം അമേരിക്കയിലായിരുന്നു. അവർ കൂടെ ജീവിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം വിവാഹത്തിലേക്ക് കിടക്കും, ഇല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അടുത്തുള്ള ഒരാൾ. ഇപ്പം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അത്തരം ജീവിതങ്ങൾ വന്നു, സംസ്കാരം അവരും ആർജിച്ചു കഴിഞ്ഞു. നമ്മളൊരാളോടൊപ്പം ജീവിക്കും, വിവാഹം രജിസ്റ്റർ ആക്കില്ല. ഇപ്പോൾ ലിവിങ് ടുഗദർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്, അതിനൊരു നിബന്ധനയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ലിവിങ് ടുഗദർ പാർട്ട്ണർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്ന കാലത്ത് ആരോടൊപ്പമാണ് ജീവിച്ചത്. ഇപ്പോൾ ഒരു 4-5 ലിവിങ് ടുഗദർ പാർട്ട്ണർമാരുണ്ടെങ്കിൽ ഇവരാരാണ് ഈ പാർട്ട്ണറെ കൊല ചെയ്യപ്പെട്ടതെന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നവർക്ക് ജീവനാംശം ചോദിക്കാനുള്ള അവകാശമില്ല, സ്വത്തുവകകൾ ചോദിക്കാനുള്ള അവകാശമില്ല. പക്ഷേ രജിസ്റ്റർ ചെയ്തിടുക ഇവർ ആരാണ് എന്നുള്ള, പിന്നീട് ഇതിനെ കോടതി മുഖാന്തരം അല്ലാതെ തന്നെ ഇവർക്ക് ഇതിനെ മാറ്റിയിട്ട് ഇവർക്ക് മറ്റ് ആളുകളോടൊപ്പം പോകാം എന്നുള്ള ഒരു രീതിയൊക്കെ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരമൊക്കെ നമ്മളും ആർജിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും അത്തരത്തിൽ ഇപ്പോൾ ബ്രേക്കപ്പ്, പണ്ടൊക്കെ ഈ പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞാൽ ഈ താടിയൊക്കെ വളർത്തി കുടിച്ച് അയ്യോ അവളെ ആലോചിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ബ്രേക്കപ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ബ്രേക്കപ്പായി, അടുത്തത് ഓക്കെ ആയി എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സ്ത്രീക്കും പുരുഷനും ഇല്ല എന്നുള്ളതാണ്. ഒരു 6-7 പ്രണയമെങ്കിലും ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പെർഫെക്റ്റ് ആണ്. ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചേട്ടനെ അല്ലാതെ ആരെയും പ്രണയിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ഇതിപ്പോൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ഇതിന് നമ്മൾ കുറച്ചുകൂടി സീരിയസും ഗൗരവമായി കാണുന്നത്, നമ്മൾ ചിരിച്ച് എന്താ പറയുക, ഒരു തമാശ രൂപേണയൊക്കെ നമ്മളിതിനെ കാണുമെങ്കിൽ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ടീനേജ്, ഇപ്പോൾ ഇതൊരു പ്രായപൂർത്തിയായ പെൺകുട്ടി, ഒരു 22 വയസ്സായ ഒരു പെൺകുട്ടി, പക്ഷെ ഒരു 15, 16, 17 വയസ്സൊക്കെ ഉള്ള പെൺപിള്ളേർ
അത്തരം കുട്ടികൾ ഇത്തരം മേഖലകളിലേക്ക് ഇത് ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവരുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് പണക്കാരാകാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ യുവതലമുറ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛനും അമ്മയും പിന്നെ മോഡലിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് 2 പെൺകുട്ടികൾ മുംബൈയിലേക്ക് യാത്രയായത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും ഈ കുട്ടികളെ ഒരു ശ്രേയ എന്ന് പറയുന്ന 15 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 3 ദിവസമാകുന്നു. അപ്പോൾ എവിടെയാണ് ഇവരൊക്കെ പോകുന്നത്? ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് ആരെയാണ്? സോഷ്യൽ മീഡിയ വഴി ഇവർ ബന്ധം പുലർത്തുന്നത് ആരോടൊക്കെയാണ്? എന്തൊക്കെയാണ് ഈ ബന്ധം പുലർത്തുന്നവരുടെ ഉദ്ദേശം? ഇതൊന്നും അറിയാൻ പറ്റാതെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഭൂമിയിലാണോ, നരകത്തിലാണോ, സ്വർഗത്തിലാണോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഇത്തരം റിപ്പോർട്ടുകൾ പലരെയും ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കന്യകയാണ്, അപ്പോൾ പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയും, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ള മൈൻഡ് പലർക്കും ഉണ്ടാകാം. അത് പലരും ദുരുപയോഗം ചെയ്യാൻ ഇടവരും എന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ ഒരു പോൺ സൈറ്റ് എന്ന് പറയുന്നത് അത് കാണുന്നത് തന്നെ എന്തോ ഭയങ്കര എന്താ പറയുക, കുറച്ചിലായി കാണുന്നവരുണ്ട്, ഭയങ്കര തെറ്റായി കാണുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിനിടയ്ക്കാണ് ഇപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താ മെമ്പർഷിപ്പ്, ജോയിൻ മെമ്പർഷിപ്പ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ തന്നെ ഈ സോഷ്യൽ മീഡിയ അവരുടെ ശരീരം പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗമായും അവർ പണം സമ്പാദിക്കാനുള്ള ഒരു ഉപജീവന മാർഗമായും ഇതിനെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. പലരുടെയും പേരുകൾ എടുത്തു പറഞ്ഞാൽ അവരൊക്കെ നമുക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ പണ്ട് പറയാം 8ാം ക്ലാസ്സിലൊക്കെ ഈ പ്രത്യുൽപാദന ശേഷിയും ഈ അത്തരം പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപികമാർ ആ ചാപ്റ്റർ മാറ്റി അടുത്ത പാഠത്തിലേക്ക് കടക്കും. കാരണം അവർക്കിത് ആൺകുട്ടികളുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ അച്ഛനും അമ്മമാരും വരെ മക്കളുടെ മുന്നിൽ നിന്ന് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അതായത് ശരീരം ഒന്നുമല്ല, ഇതൊക്കെ ഇപ്പോൾ ഏതൊക്കെ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇതത്രയേ ഉള്ളൂ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. അപ്പോൾ ശരീരം പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ, നമ്മളൊരു കുറച്ച് പേര് ബലാത്സംഗം ചെയ്തുകൊണ്ട് നമ്മുടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത്തരം ചില വാർത്തകൾ, ഇത്തരം ചില പണങ്ങൾ സമ്പാദിക്കാം എന്നുള്ള വാർത്തകൾ യുവതലമുറയെ വഴിതെറ്റിക്കാൻ ഇടയുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെയുള്ള റിപ്പോർട്ടുകൾ കഴിവതും പുറത്തുവിടാതിരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.